അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഏത് മഹാസാഗരത്തേക്കാൾ ആഴമായ എന്തോ ഒന്നുണ്ട്. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ അനന്തവിഹായസനേക്കാൾ ഉയരമുള്ളത് എന്തൊക്കെയോ ഉണ്ട്. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ പ്രപഞ്ചത്തിൻ്റെ സകല പരാശക്തികളേക്കാൾ ചൈതന്യമാർന്നത് എന്തൊക്കെയോ ഉണ്ട്. ആ വാക്കുണ്ടാകുന്നത് മമ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നാണ് അർത്ഥം. മമകാന്തൻ, മമനാഥൻ എന്നൊക്കെ പറയും. മമ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നർത്ഥം. അതിനോട് അകാരം ചേർക്കുമ്പോൾ അതിൻ്റെ വിപരീതാർത്ഥം എൻ്റേതല്ല. സമാധാനത്തോട് ആ ചേർത്താൽ അസമാധാനം. മമ അതിനോട് ആ ചേർക്കുമ്പോൾ അമ്മ. ഓരോ അമ്മയും അങ്ങനെയാണ്, എൻ്റേതല്ല. ആർക്കൊക്കെയോ വേണ്ടി മുറിഞ്ഞു തീരുന്നു, ആർക്കൊക്കെയോ വേണ്ടി എരിഞ്ഞു തീരുന്നു, ആർക്കൊക്കെയോ വേണ്ടി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധിമതിയായ അമ്മ ചരിത്രത്തിൻ്റെ അമ്മയാണ്, ലോകത്തിൻ്റെ അമ്മയാണ്. കാലത്തിനു വേണ്ടി എരിഞ്ഞു തീർന്ന് എൻ്റേതല്ല സ്വന്തം ജീവിതമെന്ന് എണ്ണിയ ഒരമ്മയാണ്. ഒരു മണവാട്ടിയുടെ കിനാവുകളിലേക്ക് അഗ്നി കോരിയിട്ട തമ്പുരാന്റെ നേർക്ക് നിന്നുകൊണ്ട് അതേ എന്ന് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആമേൻ പറഞ്ഞ ശുദ്ധിമതിയായ അമ്മ. അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. ഇന്ന് രാത്രി ഈ തിരുവചനം നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 5-ാം തിരുവചനമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ശ്രദ്ധിക്കുമോ? ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ചെറിയൊരു വാക്യമാണ്. പൗലോസ്ലീഹായുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ് ഈ അധ്യായത്തെ വിളിക്കുക. യോഗ്യതാ സർട്ടിഫിക്കറ്റ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇത്രയധികം ആത്മവിശ്വാസം, വിനയം ചാലിച്ച വരികളിലൂടെ ചരിത്രത്തിൽ പറഞ്ഞ മറ്റൊരാൾ ഇല്ല. യഹൂദ റാബിയാകാൻ ആഗ്രഹിച്ച് ഗമാലിയേലിന്റെ കീഴിൽ 8 വർഷം പഠിച്ച് കൂടാരപ്പണിയും സ്റ്റോയിക് തത്വശാസ്ത്രവും ഗ്രീക്ക് തത്വചിന്തയും ഒക്കെ പഠിച്ച് എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ പ്രാവീണ്യം നേടി ഒരു വലിയ മനുഷ്യൻ പൗലോസ്ലീഹ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആത്മവിശ്വാസത്തിന്റെ അഴകുള്ള വരികളാണ് ഇന്ന് രാത്രി ആരാഴി പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് ഞാൻ വ്യാഖ്യാനിക്കാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നത്. യേശുക്രിസ്തു എന്ന പേര് കേൾക്കുമ്പോഴേ പൗലോസ്ലീഹയുടെ മനസ്സിൽ, അന്ന് പൗലോസല്ല ശൗലാണ്, അദ്ദേഹത്തിന്റെ സിരകളിൽ വെറുപ്പ് ഇരച്ചു കയറുമായിരുന്നു. അദ്ദേഹത്തിന്റെ ധമനികളിൽ കാലുഷ്യം, കയ്പുനീർ കലർത്തുമായിരുന്നു. ഗുണ്ടയായി നടന്നവൻ തമ്പുരാന്റെ ചെണ്ടയായി മാറിയ ഒരു കാഴ്ച. ജാടയും മോടിയുമായി ക്രൈസ്തവ മതത്തിന്റെ പീഡകനായി നടന്നവൻ ശിഷ്യത്വത്തിന്റെ വാടാമുകുടം ചൂടി മോടിയോടെ നിൽക്കുന്ന കാഴ്ച ഈ പുസ്തകത്തിൽ പൗലോസ്ലീഹായെ നമുക്ക് കാണാം. എൻ്റെ സ്നേഹിതനെ, ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷകളുടെ പ്രഥമ രാത്രി ചരിത്രത്തിലെ ഒരു വലിയ വിശുദ്ധന്റെ ജീവിതമാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മുൻപൊരിക്കൽ ഇതേ സ്ഥലത്ത് ഞാൻ ശുദ്ധിമതിയായ അമ്മയെക്കുറിച്ച് ഏറ്റവും അവസാനം വന്നപ്പോൾ പ്രവീണത്തിന്റെ സമയത്താണ് ശുദ്ധിമതിയായ അമ്മയെക്കുറിച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രി ഒരു വിശുദ്ധനെ കുറിച്ചാണ് പറയുക, പരിശുദ്ധനായ പൗലോസ്ലീഹ. അധികം നാം ഗൗനിക്കാത്തൊരു മനുഷ്യനാണ് പലപ്പോഴും അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 14 ലേഖനങ്ങളിൽ ചിതറിക്കിടക്കുന്ന അപ്പോസ്തോല പ്രവൃത്തികളിൽ വരികൾക്കിടയിലൂടെ വായിക്കാൻ കാമ്പും കഴമ്പും ഏറെയുള്ള ഒരു മനുഷ്യൻ. പക്ഷേ നാം അദ്ദേഹത്തെ വിശുദ്ധ കുർബാനയുടെ ഒരു സ്ലീഹാ വായനയുടെ പതിവ് പല്ലവികളിൽ ഒതുക്കിപ്പിടിച്ചു. കുറ്റബോധം തോന്നുന്നുണ്ട് എനിക്ക്. പൗലോസ്ലീഹ എന്ന അതികായനെ
വളരെ ശക്തമായി നാം പഠിച്ചില്ലല്ലോ എന്നോർത്ത്. നമ്മുടെ സഭയിൽ വന്ദിനായ TJ ജോഷുവാച്ചൻ പൗലോസ്ലീഹായെക്കുറിച്ച് വളരെ മനോഹരമായി പ്രസംഗിക്കുന്ന, വളരെ മനോഹരമായ വ്യാഖ്യാനങ്ങൾ നിർവഹിക്കുന്ന ആചാര്യ ഗുരുഭൂതനാണ്. ഞാൻ ആ വലിയ മനുഷ്യനെ ഈ സമയം സ്മരിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി എൻ്റെ ശ്രോതാക്കളുടെ മുൻപിൽ, ഇന്ന് രാത്രി താല്പര്യപൂർവ്വം ദൈവവചനം ശ്രവിക്കുന്നവരുടെ മുമ്പിൽ പൗലോസ്ലീഹ എന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തെ ഞാൻ വരച്ചിടുകയാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അതിനൊരു പുതിയ വഴി അന്വേഷിക്കുകയാണ്. 6 സ്ഥലങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 6 സ്ഥലങ്ങൾ ഈ രാത്രി അദ്ദേഹത്തെ പഠിക്കാൻ. സ്നേഹിതരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അനുവദനീയമായ ആളുകളിൽ താഴെ മാത്രമേ ഇപ്പോൾ ഈ ദേവാലയത്തിലുള്ളൂ. ഇനി ഇവിടെ ഇരിക്കുന്നവരെ ഇടയ്ക്ക് പോകരുത് എന്ന് ഈ വിനീതൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇത്രയും മുഖങ്ങളെങ്കിലും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒഴിഞ്ഞ കസേരകളിൽ ഒരു പ്രഘോഷകന്റെ മനസ്സിൽ സൃഷ്ടിക്കുക വല്ലാത്ത ഒരു നെഗറ്റിവിറ്റിയാണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിൽ ചേർന്നിരിക്കണമേ. പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ 6 സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, വർത്തമാനകാലത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ എന്നോടൊപ്പം വരില്ലേ? വരണം. ഇന്ന് രാത്രി നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കില്ലേ? ചരിത്രത്തിന്റെ ഗഹനപ്രധാനമായ 6 ഇടങ്ങളിലേക്ക് എൻ്റെ കൂടെ വന്നിട്ട് ആ സ്ഥലങ്ങൾക്ക് എൻ്റെ പ്രിയ സ്നേഹിത താങ്കളോട് എന്തൊക്കെയോ പറയാനുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തെ, ഈ 6 സ്ഥലങ്ങൾക്ക് ഇന്ന് രാത്രി എന്നോടും താങ്കളോടും എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് തൽക്കാലം ചേക്കേറാം. വർത്തമാനകാല ജീവിതത്തിന് വെളിച്ചം വീശുന്ന പൗലോസ്ലീഹയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട 6 സ്ഥലങ്ങളാണ് ഈ രാത്രി നമ്മുടെ വിഷയം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ഏതാണ്ട് 19ഓളം അധ്യായങ്ങളിൽ ഈ വലിയ മനുഷ്യന്റെ വലിയ ചരിത്രം നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9 മുതൽ 28 വരെ അതിജീവനത്തിന്റെ ആൾരൂപമാണ് പൗലോസ്ലീഹ. 1-ാം സ്ഥലം, പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 1-ാമത്തെ സ്ഥലം തർസോസ്. ഞാൻ എന്തുകൂടെ പറയാം, തർസോസ്. ആ പേര് കേട്ടിട്ടില്ലേ? ഈ മനുഷ്യന്റെ കൗമാരവും ബാല്യവും യൗവനവും ചെലവിട്ടുന്ന സ്ഥലമാണ് ഏത്? തർസോസ്. ആ സ്ഥലത്തെ ഇന്ന് രാത്രി ഞാനൊരു പേര് വിളിക്കുന്നു, സ്പേസ് ഓഫ് ഇൻസോളൻസ്. സ്പേസ് ഓഫ് ഇൻസോളൻസ് എന്ന് പറഞ്ഞാൽ പ്രാകൃത സ്വഭാവത്തിന്റെ ഹിംസ മുഴുവൻ ഫണം വിടർത്തി ആടുന്ന സ്ഥലമാണ്. ജീവിതത്തിന്റെ നിഷേധ തരങ്ങൾ മുഴുവൻ വേലിയേറ്റം സംഭവിച്ച സ്ഥലമാണ് തർസോസ്. ധിക്കാരം, അധിക പ്രസംഗം, താൻ പോരിമ എന്ന് വേണ്ട എല്ലാവിധ ശുദ്ധ ഭോഷത്തരങ്ങളും ശൗൽ എന്ന മനുഷ്യനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് തർസോസ്. അദ്ദേഹത്തിന്റെ ബാല്യം, കൗമാരം, യൗവനം തർസോസിലാണ്. ഒരു ഗുണ്ടയെ പോലെ ക്രിമിനലായി നടന്ന ഒരു മനുഷ്യൻ. ഈ തർസോസിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ചരിത്രത്തിലേക്ക് ഇനി പ്രൗഢി വിളയാടിയിരുന്ന ഒരു ഭൂമിയാണ്. സുഗന്ധവർഗം, ആട്ടിൻ രോമം, കമ്പിളിത്തോൽ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾക്ക് വളരെ പ്രോസ്പെറസ് ആയ റിച്ചായ ഒരു സ്ഥലമാണ്. അത് പ്രോസ്പെരിറ്റിയുടെ കാര്യം. ഇനി പാണ്ഡിത്യത്തിന്റെ കാര്യമോ? അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ 3 യൂണിവേഴ്സിറ്റികൾ, ഏഥൻസ്, അലക്സാണ്ട്രിയ, തർസോസ്, ഇത് 3 സ്ഥലങ്ങളായിരുന്നു. ഒരു വിധത്തിൽ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ ഗർവ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. മറുവശത്ത് മനുഷ്യന്റെ സമ്പന്നതയുടെ, മനുഷ്യന്റെ സന്തോഷങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ഥലമായിരുന്നു തർസോസ്. അവിടെയാണ് പൗലോസ്ലീഹായുടെ സകല ധിക്കാരവും അധിക പ്രസംഗവും വിളയാടിയ ശൗൽ എന്ന ബാല്യകാലം. സുഖലോലുപതയിൽ സ്വയം മറന്ന ശൗലിന്റെ യൗവനം.
ചോരത്തിളപ്പിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ട കൗമാരം. എനിക്ക് പറയാൻ ഏറെയുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പൗലോസ്ലീഹായിൽ കുറിച്ച് വേദപുസ്തകത്തിലെ എൻട്രി, പ്രവേശനം എന്ന് പറയുക അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1-ാം വാക്യമാണ്. അവിടെയാണ് എൻട്രി. എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊലപാതകത്തിന്റെ ഗന്ധമുണ്ട് അവിടെ. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു, സ്തേഫാനോസിനെ കൊന്നതിനെ കുറിച്ച്. ഒരു കൊലപാതകത്തിന്റെ ദുർഗന്ധം പേറിക്കൊണ്ട് വേദപുസ്തകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ് ശൗൽ എന്ന മനുഷ്യൻ. ബാക്കി പിന്നെ പറയേണ്ടതില്ലല്ലോ. വീട് തോറും ചെന്ന് ക്രൈസ്തവരെ പിടിച്ചിഴച്ച് മുടിക്കുന്ന, പീഡിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പൗലോസ്ലീഹ. ഭാരതം പറയും, സത്യധർമാദി വെടിഞ്ഞീടിന് പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ അത്രയും പേടിക്കണം. സത്യധർമാദി വെടിഞ്ഞീടിന് പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ അത്രയും പേടിക്കണം. പാമ്പിനേക്കാൾ പേടിക്കണം ചില മനുഷ്യരെ, ധർമ്മം മറക്കുന്നവരെ. അങ്ങനെ ഒരു പിന്നാമ്പുറം ശൗലിന്റെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു തർസോസ് ഉണ്ട് എന്ന് പറയാനാ. ജീവിതത്തിൽ 4 കാശിന്റെ സമ്പത്തും 4 അക്ഷരത്തിന്റെ വിദ്യാഭ്യാസവും 4 പേരും അറിയുന്ന പദവിയും ഉണ്ടാകുമ്പോ നമുക്കുമുണ്ടൊരു തർസോസ്. അധിക പ്രസംഗത്തിന്റെയും വിളച്ചിലിന്റെയും താൻ പോരിമയുടെയും തർസോസ് നമുക്കുമുണ്ട്. ഒരു വല്ലാത്ത അഹങ്കാരത്തിന്റെ തർസോസ്. അതെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ 1-ാം സ്ഥലം തർസോസാണ്. സഹോദരങ്ങളെ, ഈ തർസോസിൽ ആരംഭിക്കുന്ന പൗലോസ്ലീഹ, എനിക്കും നിങ്ങൾക്കും ഒരു തർസോസ് ഉണ്ടോ? ജീവിതത്തിൽ സങ്കടങ്ങളില്ലാത്ത വഴികളിൽ, സന്തോഷവും ആനന്ദവും മാത്രമുള്ള വഴികളിൽ ഓർക്കണം, നമുക്കൊരു തർസോസ് ഉണ്ട്. മനുഷ്യന്റെ ജീവിത ചക്രത്തിന് 5 കുപ്പികൾ ഒരു പാഠമാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിത ചക്രത്തിന് 5 കുപ്പികൾ ഒരു പാഠമാണ്. 1-ാമത്തെ കുപ്പി എന്ന് പറയുക ഫീഡിംഗ് ബോട്ടിലാണ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ പാല് നിറച്ച കുപ്പി ഉണ്ടാവും, അല്ലേ? അത് കിട്ടിയാൽ അവന് സന്തോഷമായി. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ട്, കാരണം മുല കൊടുക്കുന്നതിന്റെ അളവ് കുറവാണ്. പണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു ഫീഡിംഗ് ബോട്ടിൽ. ഇന്നിപ്പോ എല്ലാ കുട്ടികൾക്കും ഫീഡിംഗ് ബോട്ടിലുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഓർക്കുക, ഫീഡിംഗ് ബോട്ടിലാണ് നമ്മുടെ ശൈശവം ആരംഭിക്കുക. 1-ാമത്തെ കുപ്പി ഫീഡിംഗ് ബോട്ടിലാണ്. സൂചിപ്പിക്കുന്നത് ശൈശവത്തിന്റെ നിഷ്കളങ്കതയാണ്. ശൈശവത്തിന്റെ നിഷ്കളങ്കതയാണ് ഫീഡിംഗ് ബോട്ടിൽ സൂചിപ്പിക്കുക, അല്ലേ? ഒരു കുഞ്ഞിന് സന്തോഷമായി അത്തരം ഒരു കുപ്പി നിറയെ പാലുമായി കരങ്ങളിൽ കിട്ടുമ്പോൾ. 2-ാമത്തെ കുപ്പി അത് കോള കുപ്പിയാണ്. അതിനെ എന്ത് തരം സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അത് ബാല്യത്തിന്റെ കൃത്രിമത്വത്തെ സൂചിപ്പിക്കുന്നു. ശൈശവത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്ന് മെല്ലെ മെല്ലെ കൃത്രിമത്വത്തിന്റെ ഒരു ബാല്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വലിയ ഇഷ്ടമാണ്. അവന് കോള വലിയ ഇഷ്ടമാണ്. പെപ്സിയോ, 7-അപ്പോ, മിറിൻഡയോ എന്ത് വേണമെങ്കിലും. 2-ാമത്തെ കുപ്പി കോള കുപ്പിയാണ്. ബാല്യത്തിന്റെ കൃത്രിമത്വത്തെ സൂചിപ്പിക്കുന്നു. 3-ാമത്തെ കുപ്പി ആരാഴിക്കാർക്ക് പരിചയം ഉണ്ടാകില്ല, ഇവിടെ അങ്ങനെയുള്ളവരുണ്ടാകില്ല. അത് മദ്യക്കുപ്പിയാണ്. അത് അവനവൻ ഇഷ്ടമുള്ള ബ്രാൻഡ് പൂരിപ്പിക്കാം. വിസ്കി എന്നോ ബ്രാൻഡി എന്നോ എന്തു വേണമെങ്കിലും. അത് വഴിവിട്ട യൗവനത്തെ സൂചിപ്പിക്കുന്നു. അത് വഴിവിട്ട യൗവനത്തെ സൂചിപ്പിക്കുന്നു. 3-ാമത്തെ കുപ്പി മദ്യക്കുപ്പി. ശൈശവം കഴിഞ്ഞു, ഫീഡിംഗ് ബോട്ടിൽ താത്തുവച്ചു. കൗമാരം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, സോഫ്റ്റ് ഡ്രിങ്ക്സിനോടും മെല്ലെ വിട പറഞ്ഞു. പിന്നെ കൈകളിലെടുത്തു നുരഞ്ഞു പൊന്തുന്ന ഗ്ലാസ് എടുത്ത് ചിയേഴ്സ് പറഞ്ഞു ചുണ്ടോടടുപ്പിക്കുമ്പോ, ഇന്ന് പ്രായം 13.5 വയസ്സേ ആകുന്നുള്ളൂ മലയാളിക്ക് ശരാശരി. അവിടെയാണ് മദ്യപാനം ആരംഭിക്കുക, ഏറ്റവും പുതിയ സർവേ അനുസരിച്ച്. 3-ാമത്തെ കുപ്പി മദ്യക്കുപ്പിയാണ്. 4-മതൊരു കുപ്പിയുണ്ട് മനുഷ്യ ജീവിത ചക്രത്തിന് പാഠം. അത് മിനറൽ വാട്ടറാണ്. അത് മധ്യവയസ്സിന്റെ തിരിച്ചറിവാണ്. ഡോക്ടർ പറഞ്ഞു, കരള് പോയിരിക്കുക, തുള്ളി തുടരുത്, ഒരു നിവൃത്തിയില്ല. വയസ്സ് 45-50 കഴിയുമ്പോഴേക്കും ഒരു നിവൃത്തിയുമില്ല.
ഒട്ടും കഴിച്ചു പോകരുതെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ പിന്നെ ഒരു ലഹരിയും വേണ്ട. പച്ച മനുഷ്യനായി മിനറൽ വാട്ടറിലേക്കും ചൂടുവെള്ളത്തിലേക്കും കൂടുമാറി. 4ാമത്തെ കുപ്പി മധ്യവയസ്സിന്റെ തിരിച്ചറിവാണ് മിനറൽ വാട്ടർ. ഇനി 5ാമതൊരു കുപ്പിയുണ്ട്, മനുഷ്യന്റെ ജീവിതചക്രത്തിന് പാഠം. ആ കുപ്പി നേരെയല്ലിരിക്കുക, അത് തലകീഴായി. മേൽപ്പറഞ്ഞ 4 കുപ്പികളും നേരെയാണിരിക്കുക, അല്ലേ? ഫീഡിംഗ് ബോട്ടിലും കോളക്കുപ്പിയും മദ്യക്കുപ്പിയും മിനറൽ വാട്ടറും നേരെയാണ് മേശപ്പുറത്ത് വെക്കുക. 5ാമത്തെ കുപ്പി തലകീഴായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കുപ്പി ഉണ്ടാകും. ICUവിന്റെ 1000 കുഴലുകൾക്ക് മീതെ നേർത്ത തണുപ്പത്ത് കിടക്കരികിൽ ഒരു ചെറിയ സ്റ്റാൻഡിൽ ഒരു കുഴലുമായി തൂക്കിയിട്ടിരിക്കുന്ന, നമ്മൾ തനി മലയാളത്തിൽ ഡ്രിപ്പ് കുപ്പി എന്നൊക്കെ പറയും. 5ാമത്തെ കുപ്പി വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയെ സൂചിപ്പിക്കുന്നു. വൈകിപ്പോയി. നേരത്തെ ചില കുപ്പികൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ തലകീഴായി തൂക്കിയിട്ടിരിക്കുന്ന കുപ്പി ഒഴിവാക്കാമായിരുന്നു, അല്ലേ? നേരെ ഇരിക്കുന്ന കുപ്പിയിൽ നിന്നും ആരംഭിച്ച് തലകീഴായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കുപ്പിയിൽ അവസാനിക്കുമ്പോ വാർദ്ധക്യത്തിന്റെ നിസ്സഹായത. സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ചക്രത്തിന് ഈ 5 കുപ്പികൾ ഒരു പാഠമാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ താൻ പോരിമയുടെയും ഗർവിന്റെയും ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചറിവിന്റെ ഒരു മിനറൽ വാട്ടർ തലത്തിലേക്ക് വരുന്ന ഒരു മധ്യവയസ്സുണ്ട്. മതത്തിന്റെ പോരാളിയായി തുടങ്ങിയവൻ ആത്മീയതയുടെ തേരാളിയായി മാറി. പ്രിയപ്പെട്ടവരെ ഓർക്കുക, മതമൗലികവാദത്തിന്റെ, യഹൂദ മതമൗലികവാദത്തിന്റെ ശക്തനായ വക്താവായി ആയുധമെടുത്തവൻ ഇതാ തർസോസിൽ കാണാം. എന്റെ കേൾവിക്കാരോട്, താല്പര്യത്തോടെ വചനം ശ്രവിക്കുന്നവരോട് ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തിയ 1ാമത്തെ സ്ഥലം തർസോസ്, സ്പേസ് ഓഫ് ഇൻസോളൻസ്. നിനക്ക് എനിക്ക് ഒരു തർസോസ് ഉണ്ട്. പലപ്പോഴും സ്വയം മറക്കുന്ന തർസോസ്. ജീവിതത്തിന്റെ നന്മകളിൽ സ്വയം മറക്കുന്ന തർസോസ്, സ്പേസ് ഓഫ് ഇൻസോളൻസ്. 2, പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ 2ാം സ്ഥലം. നിങ്ങളിപ്പോൾ തർസോസിലാണ്. അവിടെ നിൽക്കരുത്, സ്ഥലം കുഴപ്പമാണ് കേട്ടോ. എന്റെ കൂടെ പോന്നോളൂ. 2ാം സ്ഥലം ദമസ്കോസ്. ആ പേര് കേട്ടിട്ടില്ലേ? ആ മനുഷ്യന്റെ ജീവിതവുമായി ചേർത്ത് ചാലിക്കാൻ ഈ പേര് കുറേയേറെ ചിന്തകൾ സമ്മാനിക്കുന്നുണ്ട്. ദമസ്കോസ്, സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇത് പരിശോധനയുടെ ഇടമാണ്. നിങ്ങൾക്കറിയാമല്ലോ ദമസ്കോസിന്റെ പ്രത്യേകത എന്തെന്നറിയാം? ക്രൈസ്തവനെ പിടിച്ച് കയ്യിൽ പിടിച്ച് വലിച്ച് നടു റോഡിൽ കൂടെ ഇഴച്ച് പീഡനങ്ങളുടെ കെട്ടഴിച്ചു വിട്ട പൗലോസ്, അല്ല ശൗൽ, ദമസ്കോസിന്റെ പടിവാതിലിൽ അപ്രതീക്ഷിതമായ അന്ധതയിൽ പിടഞ്ഞു വീഴുന്ന നേരമാണ് ദമസ്കോസ്. 9ാം അധ്യായം. ഒരു നട്ടുച്ച, സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന മീനസൂര്യന്റെ ചൂടുകിരണങ്ങൾ ദമസ്കോസിന്റെ റോഡുകളെയും ദമസ്കോസിന്റെ വീഥികളെ പൊള്ളിക്കുന്ന ഒരു നട്ടുച്ച. ഇതാ ഒരു ചെറുപ്പക്കാരൻ വന്യമായ മുഖഭാവത്തോടെ തർസോസിന്റെ ഭാവത്തിൽ നടന്നു നീങ്ങുമ്പോ ആകാശത്ത് നിന്നൊരു കൊള്ളിയാൻ മിന്നി. പിടഞ്ഞു വീണി മനുഷ്യൻ. 72 മണിക്കൂർ അന്ധതയാണ്. ഒന്നും കാണാൻ മേല. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന നസറയനായ യേശുവാണ് ഞാൻ എന്നൊരു മറുപടി, ഒരശരീരി. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കും താങ്കൾക്കും സ്വയം മറക്കുന്ന ഒരു തർസോസ് ഉണ്ടെങ്കിൽ ദൈവം നിന്നെ പിടിക്കുന്ന ഒരു ദമസ്കോസ് ഉണ്ട് കേട്ടോ. നട്ടുച്ചയാണെന്നാണ് പൗലോസ് കരുതിയത്. നമ്മുടെ വിചാരം ഒരു കുഴപ്പമില്ലെന്നാ. നട്ടുച്ചയാണെന്നാണ് നമ്മുടെ ഈ വിചാരം. ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, എനിക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ട്, എന്റെ ജീവിതത്തിന്റെ ഏത് തലം നോക്കിയാലും ഇത് നട്ടുച്ചയാണെന്ന് നീ അഹങ്കരിക്കുന്നെങ്കിൽ നിന്റെ പ്രാമാണിത്വത്തിന്റെ തർസോസിന്റെ മധ്യാഹ്ന സൂര്യൻ കെട്ടുപോകുന്ന ഒരു ദമസ്കോസ് ഉണ്ട്. നിന്റെ നിഷേധത്തരത്തിന്റെ വേണ്ടാത്തരത്തിന്റെ
തർസോസിൽ മധ്യാഹ്ന സൂര്യൻ കെട്ടുപോകുന്ന ഒരു ദമസ്കോസ് ഉണ്ട്. പിടഞ്ഞു വീഴുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ. ആരാണ് നീ? ശൗലേ ശൗലേ, ആരാണ് നീ? ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം കാതിൽ വന്ന് പ്രകമ്പനം കൊള്ളുന്നു. നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. അവിടെയാണ് ശൗല് മാറുക. എഴുന്നേക്കാൻ വയ്യ. ആ വീതിയിൽ നിന്ന് കൂരിട്ടത്ത് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. ഓർക്കണം, മറ്റുള്ളവരുടെ കൈക്ക് പിടിച്ചു വലിച്ചവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ട ഗതികേട്. ഇതാണ് തർസോസും ദമസ്കോസും തമ്മിലുള്ള വ്യത്യാസം. ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ. തർസോസിൽ നാം കണ്ടു സ്വന്തം കരങ്ങൾ കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ പിടിച്ചു വലിച്ച ഒരു ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. മറ്റൊരു ഭാഷ ഞാൻ പറഞ്ഞാൽ, പീഡകനായി നിലത്ത് വീണവൻ ക്രൂശിന്റെ പടയാളിയായി എഴുന്നേൽക്കുക. പീഡകനായി നിലത്ത് വീണവൻ ക്രൂശിന്റെ പടയാളിയായി എഴുന്നേൽക്കുക. എന്നിട്ടും കണ്ണു കാണാമയ്യ, കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാ. പൗലോസ്ലീഹായായി മാറുന്ന ആ നിമിഷമാണ്. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തെ അനുസരിക്കേണ്ടത് ദൈവത്തിന് ഫീലിങ്സ് ഉണ്ടെന്നുള്ള തോന്നലില്ല. ഈ കറുത്ത 6 മുഴം ചേലയിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ അനുസരിക്കേണ്ടത് എൻ്റെ വങ്കത്തരങ്ങൾ എൻ്റെ തമ്പുരാന് ഫീൽ ചെയ്യും എന്നുള്ള തോന്നലില്ല, അല്ലേ? ശൗൽ പൗലോസായി മാറുന്നത് ദൈവത്തിന് ഫീലിങ്സ് ഉണ്ടെന്നുള്ള തോന്നലില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന് ഫീൽ ചെയ്യുന്നുള്ള തോന്നലിൽ നാം ദൈവത്തെ അനുസരിക്കണം. എൻ്റെ രഹസ്യ പാപങ്ങൾ, ആരും കാണാതെ നാം ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ, ഈ പരസ്യമായി പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴുമ്പോ ദൈവത്തിന് ഫീൽ ചെയ്യുമെന്ന്. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു മരിച്ചു നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ അതിനോട് പുതുമയില്ല. കർത്താവെ, നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞല്ലോ. നമ്മുടെ പാപം വീണ്ടും വീണ്ടും 4ാമത്തെ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൂശിൽ. നമ്മുടെ പാപം വീണ്ടും വീണ്ടും. അതുകൊണ്ടാണ് ഈ നമുക്ക് വേണ്ടി ഒരു മരിച്ച ക്രിസ്തുവിനെ പരിചയപ്പെടേണ്ടത്. നമുക്ക് വേണ്ടി സഹിച്ച ക്രിസ്തു ദൈവത്തിന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ട് മോശവത്സലം ശാസ്ത്രികളൊക്കെ എഴുതി വെച്ചത്, മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേലെ ദൈവജാത. പഴയ പാട്ടാ, 100 വർഷമായി കാണും. ആരൊക്കെയോ പാടി, എനിക്ക് ഒത്തിരി സന്തോഷം. കൂടെ ഒന്ന് പാടുമോ? മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേലെ ദൈവജാത, നിനക്കീ വേദന വരുത്തി വച്ചതി നീജന്യാനയോ. ദൈവം തമ്പുരാനെ വേദനിപ്പിച്ചു ഞാൻ. അതുകൊണ്ടാ പഴയ പാട്ടിന്റെ ചാരുത. നിനക്കീ വേദന വരുത്തി വച്ചതി നീജന്യാനയോ. ആ പാട്ടൊക്കെ പാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ തുടർന്നുള്ള പല്ലവികളും പാടാൻ, അനുപല്ലവി പാടാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷെ സമയമില്ല. ഒരു 72 മണിക്കൂർ ദമസ്കോസ് ഉണ്ട്. പൗലോസ്ലീഹായുടെ ശൗലിന്റെ കൈക്ക് പിടിച്ചുപോയി ഒരു ഇരുട്ടുമുറിയിലേക്ക് ആ മനുഷ്യൻ കുടിയിരിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസങ്ങളായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഒരു പരിശോധനയുടെ ദൂരമുണ്ട്. സ്പേസ് ഓഫ് ഇൻസ്പെക്ഷൻ, ദമസ്കോസ്. എൻ്റെ സ്നേഹിത, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതമെങ്കിലും ദമസ്കോസിൽ കൂടെ പോകുന്നുണ്ട്. അപ്രതീക്ഷിതമായ ചില വേദനകൾ ജീവിതത്തെ വന്ന് പുൽകിയിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ദൈവമേ ഇത്? തിരിഞ്ഞു നോക്കിക്കേ, ഒരു നിഷേധ തരത്തിന്റെ തർസോസ് ഇന്നലെ ഉണ്ടായിരുന്നു. ചില വേണ്ടാധീനങ്ങളുടെ തർസോസിന്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ആ 72 മണിക്കൂർ വർത്തമാനകാലത്തിൽ നമുക്ക് ഘടികാരത്തിന്റെ സൂചിയല്ല, കലണ്ടറിന്റെ തീയതിയല്ല, മറിച്ച് അത് ദൈവം നിശ്ചയിക്കുന്നൊരു നേരമാണ്. ആ 72 മണിക്കൂറിൽ കൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളെങ്കിലും ഇന്ന് രാത്രി എന്നെ കാണുന്നു, കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹിത, ഒരു ദമസ്കോസ് ജീവിതത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരും.
72 മണിക്കൂറുടെ പരിശോധനയുടെ ഇടമാണ്. മോറിയ മലയിലേക്ക് അബ്രഹാം കയറുമ്പോൾ 72 മണിക്കൂറാണ്. യേശുക്രിസ്തു കല്ലറയിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണം ഘനീഭവിച്ച ഗുഹാമുഖത്തിന് 72 മണിക്കൂറാണ്. യോന തിമിംഗലത്തിന്റെ ഉള്ളിലേക്ക് ആമാശയത്തിലേക്ക് വിഴുങ്ങപ്പെടുമ്പോൾ ഒരു 72 മണിക്കൂറാണ്. എത്രയെത്ര 72 മണിക്കൂറുകൾ. ഞാൻ ഒന്നു മാത്രം പറഞ്ഞുകൊണ്ട് രണ്ടാം സ്ഥലത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. തർസോസിന്റെ പ്രാകൃത സ്വഭാവം കാണിക്കുന്നവന് ദമസ്കോസിന്റെ അപ്രതീക്ഷിത അന്ധത നിശ്ചയമാണ്. ഞാൻ ഈ വാചകം ഒന്നുകൂടെ പറയട്ടെ, ഒന്ന് കേൾക്കുമോ? തർസോസിന്റെ പ്രാകൃത സ്വഭാവം കാണിക്കുന്നവന് ദമസ്കോസിന്റെ അന്ധത നിശ്ചയമാണ്. സ്വന്തം വഴികളിലൂടെ ശൗൽ ഓടിക്കൊണ്ടിരിക്കുക, അറിഞ്ഞില്ല. സന്തോഷമെന്നു പെയിൻ വഴി നടന്നേൻ, സന്തോഷമെന്നു പെയിൻ വഴി നടന്നേൻ, അത് ചതിവെന്നറിഞ്ഞു നിന്നോടടുത്തു വന്നേൻ, അത് ചതിവെന്നറിഞ്ഞു നിന്നോടടുത്തു. സന്തോഷമെന്ന് വഴി കൂടെ പോയി, അത് ചതിവായി പോയി. സന്തോഷമെന്ന് കരുതിയ തർസോസ്. ഞാൻ ഈ പാടിയ പാട്ടും നിങ്ങൾക്ക് പരിചയമുണ്ടെന്നാണ് എൻ്റെ വിചാരം. സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ, പാപബന്ധം. ഒരാള് പാടി, എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്കറിയാം ഈ അടുത്ത തലമുറയൊന്നും ഇതൊന്നും പാടുകയില്ലെന്ന് എനിക്ക് 100% നിശ്ചയമാണ്. ഇത് ഒരു 10-100 വർഷം മുമ്പുള്ളതാണ്. ആ ക്രിസ്തീയ കീർത്തനം, അതിനകത്തുണ്ട് ഈ പാട്ട്, നോക്കിയാൽ മതി, വളരെ മനോഹരമാണ്. ജീവിതത്തോട് ജീവിത ഗന്ധിയായ പഴയ ഗീതങ്ങളുണ്ട്. പോട്ടെ, അതല്ല എൻ്റെ വിഷയം. ജീവിതത്തിന്റെ ദമസ്കോസ് ചില നന്മകളിലേക്ക് കൊണ്ടുപോകും. 72 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ, ഈ 72 മണിക്കൂറിന് മുമ്പ് ശൗലിനുണ്ടായതിന് വിഷനായിരുന്നു, വിഷൻ, കാഴ്ച. എന്നാൽ 72 മണിക്കൂറിന് ശേഷം പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായത് ഇൻസൈറ്റ് ആണ്, ഉൾക്കാഴ്ച. വിഷൻ became ഇൻസൈറ്റ്. വിഷൻ ലീഡ്സ് ടു ഇൻസൈറ്റ്. അതിന് ഇടയ്ക്കൊരു 5 അക്ഷരം, ബ്ലൈൻഡ്, BLIND, ഇടയ്ക്കൊരു 5 അക്ഷരം തമ്പുരാൻ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, ജോർജ് മത്തീസൻ എന്ന് പറയുന്ന ഒരു പഴയ പാട്ടുകാരനുണ്ട്, ജോർജ് മത്തീസൻ. അദ്ദേഹം അന്ധനായി തീർന്നയാളാണ്. ജനിച്ചപ്പോൾ അദ്ദേഹം അന്ധനായിരുന്നില്ല, പിന്നീട് അദ്ദേഹം അന്ധനായി ഇടക്കാലത്ത് വെച്ച്. തൻ്റെ അന്ധതയിലും അദ്ദേഹം പാടി, The love that seeketh me through pain. The love that seeketh me through pain എന്ന് പറഞ്ഞാൽ, എൻ്റെ തമ്പുരാന്റെ സ്നേഹം ഞാൻ വേദനയിലൂടെ കാണുന്നു, എൻ്റെ അന്ധതയിലൂടെ. ലോകത്തെ ഏറ്റവും വലിയൊരു സാഹിത്യകാരനുണ്ടായിരുന്നു, ദസ്തയേവ്സ്കി, റഷ്യൻ സാഹിത്യകാരൻ. എന്നെ കേൾക്കുന്ന ഒരുപാട് പേർക്കറിയാം, ചെറുപ്പക്കാർക്കറിയാം ദസ്തയേവ്സ്കി. അദ്ദേഹത്തിന് അപസ്മാരത്തിന്റെ രോഗമുണ്ടായിരുന്നു, ജന്നി വരും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞു, ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ രോഗം പകരം തരില്ല. ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ രോഗം പകരം തരില്ല. ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കാണുന്ന നേരമാണത്. ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കാണുന്ന നേരമാണത്. ഓർക്കുക, വള്ളത്തോൾ നാരായണമേനോൻ മഹാകവി എത്ര മനോഹരമായ കവിതകൾ എഴുതി. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം. പറയൂ. അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക്. അത് തന്നെ ഞരമ്പുകളിൽ. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബധിരനായി, ബിഥോവനെ പോലെ. ബിഥോവനും ബധിരനായി, മ്യൂസീഷ്യനായിരുന്നു. പക്ഷേ ബധിരനായി കഴിഞ്ഞപ്പോൾ ബിഥോവൻ പറഞ്ഞു, ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്.
എനിക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ എൻ്റെ കണ്ഠനാളം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ നേരിടും. ചില ദമസ്കോസുകളെ ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്. 34-ാമത്തെ വയസ്സിൽ ബധിരനായ വള്ളത്തോൾ നാരായണ മേനോൻ ബധിരനായി കഴിഞ്ഞ് എഴുതിയ കൃതിയാണ് ബധിരവിലാപം. ആ മനുഷ്യനാണ് 80-ാം വയസ്സിൽ ഋഗ്വേദത്തിന്റെ പരിഭാഷ മുഴുവൻ എഴുതി തീർന്നത്. 1955-ലോ മറ്റോ സാഹിത്യത്തിന്റെ ഉന്നത പുരസ്കാരം നേടിയത്. മദ്രാസ് സംസ്ഥാനത്തിന്റെ ആസ്ഥാന കവിയായത് ബധിരനായി തീർന്നൊരു മനുഷ്യൻ. ചില ദമസ്കോസുകളുടെ പിൻപിൽ തമ്പുരാൻ ഒളിപ്പിച്ചിരിക്കുന്ന നന്മയുടെ ചിരാതുകൾ. നമുക്ക് പോകാം മുന്നോട്ട്. 2 സ്ഥലങ്ങൾ. ഒന്ന് തർസോസ്. പ്രാകൃത സ്വഭാവത്തിന്റെ തർസോസ് ഉണ്ടെങ്കിൽ സ്നേഹിത, നിനക്ക് തമ്പുരാൻ ഒരു ദമസ്കോസ് വെച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായൊരു അടി ചിലപ്പോ കിട്ടുമെന്ന് ഓർക്കണം. മൂന്നാം സ്ഥലം പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ 3-ാം സ്ഥലം അറേബ്യ. സ്പേസ് ഓഫ് ഇന്ററാക്ഷൻ. അറേബ്യ. ഈ പേര് കേൾക്കുമ്പോഴേ എൻ്റെ കേൾവിക്കാരുടെ മനസ്സിൽ ഓടി വരുന്നത് മണൽക്കാടുകളാണ്, മരുഭൂമിയാണ്, മണലാരണ്യമാണ് അറേബ്യ, അല്ലേ? എന്താണ് പൗലോസ്ലീഹയുടെ ജീവിതവും അറേബ്യയുമായുള്ള ബന്ധം? അത് ഗലാത്യ ലേഖനം 9-ാം അധ്യായം 17-ാം വാക്യമാണ്. ഗലാത്യ ലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ്: എനിക്ക് മുൻപേ അപ്പോസ്തോലന്മാരായവരോട് ആലോചന ചോദിക്കുകയോ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഒന്നുകൂടെ കേട്ടോ, ചിലർ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ കേൾക്കാൻ പറഞ്ഞേ. ഈ മനുഷ്യൻ ദമസ്കോസിലെ അന്ധതയിൽ നിന്ന് കാഴ്ചയിലേക്ക് വരുമ്പോ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എനിക്ക് മുൻപേ അപ്പോസ്തോലന്മാരായവരോട് ആലോചിക്കുകയോ എന്ന് പറഞ്ഞ കർത്താവിന്റെ 12 അപ്പോസ്തോലന്മാരുണ്ടല്ലോ, അവര് സുവിശേഷം അറിയിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. യാക്കോബും പത്രോസും ഒക്കെ ഉണ്ട്. അവരോട് ഞാൻ ഒന്നും ആലോചിച്ചില്ല. ദമസ്കോസിൽ നിന്ന് ഞാനൊരു പുതിയ തീരുമാനം എടുത്തപ്പോ ഞാൻ ജെറൂസലേമിലേക്ക് പോയില്ല. ജെറൂസലേം കളർഫുൾ ആയ സിറ്റിയാണ്. എനിക്ക് പ്രവർത്തനങ്ങളുടെ നഗരിയായ ജെറൂസലേമിലേക്ക് പോകാമായിരുന്നു. ചാടിത്തുള്ളി എനിക്ക് തുടങ്ങാമായിരുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ സുവിശേഷീകരണം. പക്ഷെ പോയില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോയി. എവിടെയാ? ഒന്നുറക്കെ പറയൂ. എന്നിട്ട് പറയുന്നു, ഞാൻ അവിടെ 3 സംവത്സരം പാർത്തു. അറേബ്യയിലേക്ക് പോയത് എന്തിനാണ്? അറേബ്യ പിൻവാങ്ങലിന്റെ ഇടമാണ്, പരന്ന മരുഭൂമിയാണ്, ആരും സംസാരിക്കാനില്ലാത്ത ഇടമാണ്, വഴികളില്ലാത്ത പീഠഭൂമിയാണ്. അവിടെ ദൈവവുമായി മാത്രം സംസാരിക്കാൻ 3 വർഷം. സഹോദരങ്ങളെ, 3 ദിവസം അന്ധനായിരുന്നവൻ 72 മണിക്കൂറിന്റെ അന്ധത കുടഞ്ഞു കളഞ്ഞിട്ട് 3 വർഷം അറേബ്യയിലേക്ക്. ദൈവം തൊട്ട ചിലർ പിൻവാങ്ങും. ദൈവം തൊട്ട ചിലർക്ക് മൗനം പാലിച്ചേ മതിയാകുള്ളൂ. ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട്, അറിയാവുന്നവർ മിണ്ടില്ല, മിണ്ടുന്നവൻ കണ്ടിട്ടില്ല, കണ്ടവൻ മിണ്ടില്ല, മിണ്ടുന്നവൻ കണ്ടിട്ടുമില്ലെന്ന. ദൈവത്തെ കണ്ടവൻ മൗനത്തിലേക്ക് പോകുമെന്ന. തമ്പുരാനെ കണ്ട പൗലോസ്ലീഹ പിൻവാങ്ങലിന്റെ മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് അറേബ്യയിലേക്ക് പിൻവാങ്ങി. ജീവിതത്തിൽ ചില മനുഷ്യരിങ്ങനെയാണ്. ഒരു തോട് ചാടണമെങ്കിൽ എന്തോ ചെയ്യണം? ഒരു 4 അടി വീതിയുള്ള തോട്. അത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ പ്രദേശത്ത്. നിങ്ങൾക്ക് കൈത്തോട് ചാടണമെങ്കിൽ ഈ ഭാഗമൊക്കെ ഉണ്ട്, തോട് ചാടി നല്ല പരിചയവും കാണും. തോട് ചാടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ തോടിന്റെ കരയിൽ ചെന്നിട്ട് നേരെ ചാടില്ല. നേരെ ചാടിയിൽ ഒത്ത നടുക്ക് തന്നെ നമ്മൾ കാലുകുത്തും. അവിടെ ചെന്നിട്ട് പിറകോട്ടൊന്ന് ആയും, ഒന്ന് പിൻവാങ്ങും, എന്നിട്ടാണ് മുൻപോട്ട് ചാടുക. ഈ 3 വർഷം പിന്നോട്ട് ആഞ്ഞ സമയമാണ്. ചില പിൻവാങ്ങലുകൾ ഹോശേയ പ്രവാചകൻ 2:14 പറയുന്നുണ്ട്,
സഭയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവം തമ്പുരാൻ പറയുകയാണ്, യഹോവയാൻ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച്, അവളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. ഒരു കാമുകനും കാമുകയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോകത്തില്ല, വല്ല വണ്ടർലായിക്കോ ബീച്ചിലോ ഒക്കെ പോകത്തേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിനെ മരുഭൂമിയുടെ സങ്കടങ്ങളിലേക്ക് നടത്തുന്നൊരു ദൈവമുണ്ട്. ഒരു ഭക്തനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും, ഞാൻ ഇത്രയും മുട്ടുമേ കിടന്ന് പ്രാർത്ഥിച്ചിട്ടും, എൻ്റെ കുടുംബം ദൈവത്തെ അറിഞ്ഞിട്ടും എനിക്കെന്താ ഇത്ര സങ്കടം? ഞാൻ പറയട്ടെ, നീ ദൈവവുമായി മുഖാമുഖം വന്നൊരു ദമസ്കോസ് ഉണ്ടെങ്കിൽ തമ്പുരാൻ ചിലപ്പോൾ നിന്നെ ചില മരുഭൂമികളിലൂടെ നടത്തിയെന്നിരിക്കും. അതൊരു ക്രമമാണ്. ഹേ തർസോസുകാരാ, നിനക്കൊരു ദമസ്കോസ് സംഭവിക്കും. നിന്റെ ദമസ്കോസിൽ നിന്ന് നീ ചിലപ്പോൾ ദൈവം കൊണ്ടുപോകുന്ന അറേബ്യയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഉത്തമഗീതത്തിൽ തീവ്ര പ്രണയത്തിന്റെ മസ്മരഭാവം കാണുന്ന ഉത്തമഗീതത്തിൽ നാം വായിക്കുന്നുണ്ട്, മണവാട്ടി മണവാളനെ വിളിക്കുകയാണ്, എൻ്റെ പ്രിയ, എന്നെ വലിക്ക, നാം ഓടിപ്പോക. എവിടേക്ക്? പൗലോസ്ലീഹയുടെ 3 വർഷത്തെ ധ്യാനമാണ് ഈ അറേബ്യ. പൗലോസ്ലീഹയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് അവിടെ വെച്ചായിരിക്കണം. 3-ാം സ്വർഗത്തോളം എന്ന് പറഞ്ഞാൽ ദർശനങ്ങളുടെ ഒരു അനുഭവമാണത്. അഭാവുമികമായ അപാരമായ ദർശനങ്ങളുടെ ഇന്ദ്രിയാനുഭവങ്ങൾക്കപ്പുറം ധ്യാനം. നമുക്ക് ഈ ധ്യാനം എന്ന് പറഞ്ഞെന്താ? അങ്ങനെ ഒന്നില്ല. നമുക്ക് ഈ പകല് പ്രസംഗം നടത്തുകയാണെങ്കിൽ നമ്മളതിനെ ധ്യാനം എന്ന് വിളിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വെക്കുന്ന പരിപാടിക്ക് ധ്യാനം, സന്ധ്യ കഴിഞ്ഞ് നേരെ ഇരുട്ടിക്കഴിഞ്ഞ് വെക്കണ പരിപാടിക്ക് കൺവെൻഷൻ എന്ന് വിളിക്കും. അല്ല, ചിതറുന്ന മനസ്സിനെ കൈക്കൊമ്പിളിൽ ഒതുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ധ്യാനം. ചിതറുന്ന മനസ്സിനെ കൈക്കൊമ്പിളിൽ ഒതുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ധ്യാനം. തർസോസിൽ ചിതറിപ്പോയവൻ, ദമസ്കോസിൽ ചിതറിപ്പോയവൻ അറേബ്യയിൽ തമ്പുരാന്റെ കൈക്കൊതുങ്ങുക. തമ്പുരാന്റെ കൈക്കൊതുങ്ങുക. ഒരു അറേബ്യ, അത് ക്രിസ്തുവിന് 40 ദിവസമായിരുന്നു. ഇസ്രായേലിന് മരുഭൂമിയിൽ 40 വർഷമായിരുന്നു. ഇനി ഞാൻ പറയുന്നത് കേൾക്കുമോ? എല്ലാ വർണ്ണച്ചിറകുകൾക്ക് പിൻപിലും ഒരു കൊക്കൂൺ ഉണ്ട്. ചിത്രശലഭത്തെ ഓർത്താൽ മതിയാകും. എല്ലാ വർണ്ണച്ചിറകുകൾക്ക് പിൻപിലും, ചിത്രശലഭത്തിന് എത്ര സ്റ്റേജ് ഉണ്ട്? മുട്ട, പുഴു, പ്യൂപ്പ എന്നൊക്കെ പറയും. ഒരു വലിയ സമാധിയിൽ, ഒരു കൊക്കൂണിൽ ഒതുങ്ങിയിരിക്കും കുറെ നാളുകൾ. എന്നിട്ടത് മെല്ലെ പുറത്തു വരുമ്പോ വർണ്ണാഭമായ ചിറകുകളുമായി ഒരു ചിത്രശലഭമായി. അതുകൊണ്ടാണ് പറയുക, എല്ലാ വർണ്ണച്ചിറകുകൾക്ക് പിൻപിലും എന്തുണ്ട്? ഒരു കൊക്കൂൺ ഉണ്ട്. അറേബ്യയിലേക്ക് പിൻവാങ്ങുന്ന പൗലോസ്ലീഹ. മരുഭൂമി, വേദപുസ്തകം പറയും, ഒരാളുടെ ആന്തരിക മനുഷ്യൻ പുറത്തു വരുന്ന സ്ഥലമാണ് മരുഭൂമി. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പിടിച്ച പല ജീവിതങ്ങളുടെയും ആന്തരിക അനുഭവങ്ങളെ, ആന്തരിക സൗന്ദര്യങ്ങളെ പുറത്തു വന്നു. ഈ പൗലോസ്ലീഹയുടെ പ്രത്യേകത, തർസോസിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് അഹംബോധമായിരുന്നു. അഹംബോധം. അറേബ്യയിൽ വന്നപ്പോൾ അഹംബോധം ആത്മബോധമായി. ഒന്ന് ചിന്തിക്കുമോ? അഹംബോധം. ഞാനേ, ഞാൻ മാത്രം, ഞാൻ പറയും, അല്ലേ? ഇതാണ് അഹംബോധം. തർസോസിലെ അഹംബോധം ദമസ്കോസിലൂടെ കടത്തിവിട്ട് അറേബ്യയിൽ ആത്മബോധമായി മാറി. ആത്മബോധം. അയ്യോ ഞാൻ, പൗലോസ്ലീഹയുടെ ഭാഷ ഞാൻ പറയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇത് ആത്മബോധമാണ്. പ്രിയപ്പെട്ടവരെ, 3-ാം സ്ഥലം നമ്മുടെ വിഷയത്തിന്റെ പകുതി ആയിരിക്കുന്നു. എന്നോടൊപ്പം ആ സ്ഥലങ്ങളുടെ പേരൊന്ന് പറയുമോ? 1, ഉറക്കെ, തർസോസ്.
നമുക്കുമുണ്ട് ഒരു തർസോസ്. 2 ദമസ്കോസ്, ദൈവം നിന്നെ തൊടുന്ന അപ്രതീക്ഷിതമായ ചില അടികളുടെ ഇടമാണ്. 3 അറേബ്യ, അഹംബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഒരാൾ മാറ്റപ്പെടുന്ന ഇടം. 4 സ്ഥലം, ഞാൻ നിങ്ങളെ വിളിക്കുന്നു, അറേബ്യയിൽ നിന്ന് വരൂ. 4 പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ 4 സ്ഥലം. നിങ്ങൾ ഓർക്കണം, അദ്ദേഹം ആദ്യകാലത്തെ പ്രൗഢിയിൽ നിന്ന് അന്ധതയുടെ താഴ്വരയിൽ അകപ്പെട്ട് 3 വർഷത്തെ അറേബ്യയിലേക്ക് പോയിട്ട് അത് തിരിച്ചു വരികയാണ് കേട്ടോ. സ്വീകരിക്കണം നിങ്ങൾ അദ്ദേഹത്തെ ഹർഷാരവത്തോടെ. 4 സ്ഥലം ആന്റിയോക്ക്, അന്തോഖ്യ. ഈ പേര് പറയുമ്പോൾ സഭാചരിത്രത്തിന്റെയോ സഭാ വ്യവഹാരങ്ങളുടെയോ നൂൽവഴികളിലൂടെ സഞ്ചരിക്കേണ്ടതില്ല. മറിച്ച് ആഴമായൊരു ആത്മീക അർത്ഥത്തെ വെളിവാക്കാൻ വേണ്ടി ഈ സ്ഥലം സ്പേസ് ഓഫ് ഇൻഫ്ലെയിം, വല്ലാത്ത സുവിശേഷത്തിന്റെ ജ്വാല വമിക്കുന്ന ഇടമാണ്. അന്തോഖ്യയുടെ പ്രത്യേകത എന്താ? ആദ്യം ക്രിസ്ത്യാനി എന്ന ക്രൈസ്തവന് പേർ വിളിക്കപ്പെട്ട സ്ഥലമാണിത്, അന്തോഖ്യ. സുവിശേഷത്തിന്റെ മാറ്റൊലികൾ മുഴങ്ങിയ ഇടമാണിത്, അന്തോഖ്യ. സുവിശേഷത്തിന്റെ അഗ്നിയുമായി പൗലോസ്ലീഹ യാത്ര തുടങ്ങിയ സ്ഥലമാണിത്, അന്തോഖ്യ. ഏതൊരു ക്രൈസ്തവനും അന്തോഖ്യയിലെത്തിയേ തീരൂ. നമ്മളൊക്കെ ഒരു സുവിശേഷത്തിന്റെ ഭാവം ഉൾക്കൊള്ളേണ്ടവരാ. നമുക്ക് ഈ സുവിശേഷം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു അലർജി ഉണ്ട്. ഇന്ന് പലപ്പോഴും പലർക്കും അതൊരു വല്ലാത്ത വാക്കുപോലെ. എന്തിന്? പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഓരോ ക്രിസ്ത്യാനിയും ഒരു സുവിശേഷം തന്നെയല്ലേ? നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ദാമോദരന്റെയോ സരസമ്മയുടെയോ മാധവന്റെയോ ബൈബിളാണ് നിങ്ങൾ. ഞാൻ ആകേണ്ടതാണ്. ഇപ്പൊ അങ്ങനെ അല്ല എന്നുള്ളതാണ് വേറെ കാര്യം. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു അക്രൈസ്തവന്റെ ബൈബിളാണ് നമ്മൾ. ഒരിക്കലും അങ്ങനെ ആകുന്നില്ല. എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷനറി. അതിലൊരാളെ പോലും മാറ്റി നിർത്താനൊക്കില്ല. എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷനറി. എവരി വൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ്. Everyone outside Christ is a mission field. ഓരോ ക്രൈസ്തവനും ഓരോ മിഷനറിയാ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, യെരൂശലേമിൽ നിന്ന്, അന്തോഖ്യയിൽ നിന്ന്, സിറിയ, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് 39 നഗരങ്ങളിൽ 30 രാജ്യങ്ങളിൽ അദ്ദേഹം 30 വർഷം ക്രിസ്ത്യാനിയായിരുന്നു. 20 വർഷവും റോഡിലായിരുന്നു. ആര്? പൗലോസ് അപ്പോസ്തലൻ. 30 വർഷം അദ്ദേഹം ക്രൈസ്തവനായി ജീവിച്ചു. 20 വർഷവും സഞ്ചാര മിഷണറി ആയിരുന്നു, റോഡിലായിരുന്നു. 39 നഗരങ്ങളിൽ ആ ചെറിയ മനുഷ്യൻ 30 രാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ അഗ്നിയുമായി അദ്ദേഹം ഓടി നടന്നു. എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 26, 29 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്. അവസാനം അദ്ദേഹം 2 കൈയിലും കയ്യാമം വയ്ക്കപ്പെട്ട് ഈ വിചാരണ നേരിടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ വിചാരണ നേരിട്ട് വിലങ്ങിൽ കിടക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നോക്കണം, വിചാരണ നടക്കുന്ന ആ വലിയ കൊട്ടാരത്തിന്റെ മുറ്റത്ത് 100 കണക്കിന് യഹൂദന്മാർ നിൽക്കുക. അവരെല്ലാം ക്രിസ്തു വിരോധികളാ. അവിടെ നിന്ന് ഉറക്കെ പറയുക, തൻ്റെ ഇടത്തോടി മനുഷ്യൻ പറയുക, ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ, ഇവിടെ ജീവനില്ലാത്തൊരു ഈ ചങ്ങലയ്ക്ക് മാത്ര, ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹ.
സഹോദരങ്ങളെ, അദ്ദേഹം ക്രൈസ്തവരെ മുടിക്കാൻ ഇറങ്ങിയ സ്ഥലം ദമസ്കോസാണ്. യെറൂസലേമിൽ നിന്ന് 150 മൈൽ അകലെയാണ് ദമസ്കോസ്. കാൽനടയായി സഞ്ചരിച്ചിട്ടാണ് ഈ പുള്ളി അന്ന് ഗുണ്ടാപ്പണി നടത്തിക്കൊണ്ടിരുന്നത്. പണ്ട് എവിടെ? തർസോസിൽ. 150 മൈൽ. ഒരു വർഗീയവാദിയുടെ മനസ്സിൽ വർഗീയതയുടെ വിത്ത് കയറിയ പിന്നെ 150 അല്ല, അതിനപ്പുറം പോവും. ഓർക്കണം, ആ 150 മൈൽ പണ്ട് നടന്നവൻ രണ്ടാം മിഷണറി യാത്രയിൽ 1500 മൈലെങ്കിലും നടന്നിട്ടുണ്ട് ക്രിസ്തുവിന് വേണ്ടി. ഇതാണ് സ്വർഗത്തിലെ ദൈവം ഒരു ജീവിതത്തെ തൊട്ടാൽ. പണ്ട് 150 മൈൽ പീഡിപ്പിക്കാൻ നടന്നവൻ ഇപ്പോ 1500 മൈലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നടന്നിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനിത്വം പൗലോസ്ലീഹായെ മറക്കുന്ന ക്രിസ്ത്യാനിത്വമാണ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റി, ദൈവത്തിന്റെ പദ്ധതി പൗലോസ്ലീഹയുടെ മേൽ വന്നപ്പോൾ 10 ഇരട്ടി വില കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കേന്ദ്ര വിഷയമാക്കി. പുഴവക്കത്തും സുനഗോഗിലും കാരാഗൃഹത്തിലും കപ്പലിലും ദ്വീപിലും ആ ചെറിയ മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് സുവിശേഷത്തിന്റെ അഗ്നിക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഭൂഖണ്ഡങ്ങളിൽ ഓരോ ക്രൈസ്തവനും, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാനും നിങ്ങളും യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ ഒത്തിരി ഇല്ലേ? അത്ഭുതം എന്ന് പറഞ്ഞ തലവേദന മാറുന്നവരും മുഴ മാറുന്നവരൊന്നുമല്ല. അത്ഭുതം എന്ന വാക്കിന്റെ അർത്ഥം ഭൂതമല്ലാത്തൊരെന്തോ, അതാണ് അത്ഭുതം. ഭൂതം എന്ന് പറഞ്ഞാൽ ഇന്നലെ സംഭവിക്കാത്തൊരു ഇന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമാ. അങ്ങനെയാണെങ്കിൽ ഈ പകൽ അത്ഭുതത്തിന്റെ പകല. ഇന്നലെ നടന്ന വഴികളിലൂടെയല്ല ഇന്ന് നാം നടന്നത്. ഇന്ന് പുതിയ കൃപ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ജീവിതത്തിന്റെ ജീവശ്വാസവും അത്ഭുതമാണ്. ഇന്നലെ ശ്വസിച്ച വായുവല്ല ഇന്ന് നമ്മൾ ശ്വസിച്ചത്. ഭൂതമല്ലാത്തത് ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. ദൈവം നടത്തിയ വഴികളെ കുറിച്ച് നാം വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ സ്നേഹിത ഞാനും താങ്കളും പങ്കുവച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് വയസ്സ് 56 നിങ്ങൾക്ക്? അല്ലെങ്കിൽ നമുക്ക് വയസ്സ് 63 ക്രിസ്തു യേശുവിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ, അതൊരു മതം മാറ്റത്തിനു വേണ്ടിയല്ല, സാക്ഷ്യത്തിന്റെ അനുഭവം, ദൈവം നടത്തിയ വഴികളെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമല്ലെങ്കിൽ തലമുറകളോടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നാം പരാജയപ്പെട്ടു. ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നാം പരാജയപ്പെട്ടു. എർലി ചർച്ച് തിങ്ക് അബൌട്ട് ദ സാൽവേഷൻ. ആദിമസഭ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സാൽവേഷൻ, രക്ഷ. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുക. ഗ്രാജുവലി ദ ടൈം സേവിങ്സ് ഈസ് മോർ പ്രയർ ദാൻ സാൽവേഷൻ. കാലം കഴിഞ്ഞപ്പോ ഈ സാൽവേഷൻ, രക്ഷ എന്ന വാക്കിന് പകരം മറ്റൊരു വാക്ക് ഉടലെടുത്തു, സേവിങ്സ്. അല്ലേ? സാൽവേഷൻ രക്ഷയാണെങ്കിൽ സേവിങ് സമ്പാദ്യമാണ്. അത് പള്ളിയായാലും സഭയായാലും പൗരോഹിത്യമായാലും ജീവിതമായാലും നമുക്കൊക്കെ ആ വാക്ക്, ഗ്രാജുവലി ദ ടൈം സേവിങ്സ് ഈസ് മോർ പ്രയർ ദാൻ സാൽവേഷൻ. അവിടെ നമ്മൾ തോറ്റു, അവിടെ നമ്മൾ മുടിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ അന്തോഖ്യൻ എന്ന് പറയുന്ന സ്ഥലം ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സുവിശേഷ ഭാവമാണ്. ആത്മസാക്ഷ്യത്തിന്റെ ഇടമായിരിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജ കൂടാതെ പറയാൻ കഴിയണമെന്നാണ്. 5ാം സ്ഥലം മെലീത്ത, മാൾട്ട. ആ സ്ഥലം പരിചയമുണ്ടാകും. പൗലോസ്ലീഹയുടെ സുവിശേഷ യാത്രകൾ 3 മിഷനറി യാത്രകൾ. കാടും മേടും മലനിരകളും നാടും നഗരവും ദ്വീപും കടലും മഹാസാഗരങ്ങളും താണ്ടി അദ്ദേഹം യാത്ര ചെയ്തു. 3ാം മിഷനറി യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബന്ധനസ്ഥനാക്കപ്പെട്ടു. യഹൂദന്മാരുടെ പ്രേരണ പ്രകാരം റോമൻ ഭരണകൂടത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് പൗലോസ്ലീഹ വിലങ്ങുവയ്ക്കപ്പെട്ടു. അങ്ങനെ
നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടോ. അറേബ്യയിൽ കിടക്കുന്നേ ഉള്ള ചിലരിപ്പം. നമ്മൾ അന്തോഖിയയും കഴിഞ്ഞിപ്പം മെലീത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഉണ്ട് മാൾട്ട എന്ന് പറയുന്ന ദ്വീപ് ഐലൻഡ് മാൾട്ട. 3-ാം മിഷണറി യാത്രയിൽ ബന്ധനസ്ഥനാക്കപ്പെട്ട പൗലോസ്ലീഹ അവസാന നാളുകളിൽ ഒരു റോമൻ പൗരനെ വിചാരണ ചെയ്യേണ്ടത് റോമിലാണ്. അതാണ് നിയമം. റോമിലേക്ക് കൊണ്ടുപോവുക. നിങ്ങൾ കാണണം, കൊണ്ടുപോകുന്നത് ഒരു അലക്സാണ്ട്രിയൻ കപ്പലിലാണ്. അതൊരു യാത്രാ കപ്പലല്ല, ചരക്ക് കൊണ്ടുപോകുന്നൊരു കപ്പലാണ്. അലക്സാണ്ട്രിയയിൽ നിന്ന് റോമിലേക്ക് ധാന്യം കൊണ്ടുപോകുന്ന കപ്പൽ. 1 അല്ല 2 അല്ല 9 അല്ല 10 അല്ല 276 തടവുകാരെ അട്ടിയിട്ടിരിക്കുക ഈ കപ്പലിൽ. ചാക്കുകൾ, ധാന്യച്ചാക്കുകൾ അട്ടിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് 276 ഇടിച്ചു കെട്ടിയിട്ടിരിക്കുക. ഈ തടവുകാർക്ക് ഒരു പ്രമാണിയുണ്ട്, യൂലിയോസ് എന്നാണ് പേര്. ഈ കപ്പൽ യാത്ര തിരിക്കുന്നത് 27, 28 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ഇപ്പോഴല്ല, പിന്നീട്. ഇപ്പോൾ വായിക്കരുത്. ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. നല്ല കാറ്റ് കണ്ടിട്ടാണ് ഈ കപ്പല് ഈ റോമൻ തീരത്തേക്ക് വിട്ടുപോകുന്നത്. എന്നാൽ അങ്ങനെ പോകുമ്പോൾ 14-ാം വാക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈശാനമൂലൻ എന്ന ഒരു കൊടുങ്കാറ്റ്. ഈശാനമൂലൻ നമുക്കറിയാലോ, ആ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാ? വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുമ്പോൾ. ഇങ്ങനൊരു സാധനം കുറെ നാളായിട്ട് നമ്മൾ പാടുന്നുണ്ട്. എന്നാ സാധനം ഒന്നും അറിയത്തില്ല. അതേ, ആ രാത്രി ആ കപ്പൽ ആടിയുലയുന്ന സകലതും പിഴുതെറിയുന്നൊരു കാറ്റാണ്. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാന മൂലനേറുമ്പോൾ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസ നായക പ്രിയ. ഭക്തന്റെ ജീവിതത്തിൽ തെക്കൻ കാറ്റുകൾക്ക് ശേഷം ഈശാനമൂലൻ ഉണ്ടാകും. വേദപുസ്തകത്തിൽ കാറ്റുകൾ 4 തരമുണ്ട്. അതിപ്പോൾ പറയാൻ സമയമില്ല. എങ്കിലും തെക്കൻ കാറ്റ് താല്പര്യം ജനിപ്പിക്കുന്ന കാറ്റാണ്, ശാന്തമായ കാറ്റാണ്. തെക്കൻ കാറ്റുകൾക്ക് ശേഷം ഈശാനമൂലൻ സകലതും പിഴുതെറിയുന്ന പടിഞ്ഞാറൻ കാറ്റ്. ആ കപ്പല് ഉലഞ്ഞു, അതിന്റെ അമരം ഇളകി, അതിന്റെ പലകകൾ കെട്ടുപൊട്ടി. ഈ കപ്പൽ ഉലയുമ്പോ എല്ലാത്തിനെയും കൊല്ലാനായിരുന്നു പ്ലാൻ. പ്രിയപ്പെട്ടൊരു 14 ദിവസമാണ് ഇങ്ങനെ അലഞ്ഞത്. 14 ദിവസം. പണ്ടാരോ പാടിയതുപോലെ 14-ാം ദിവസം കഴിഞ്ഞപ്പോ 14-ാം രാവുരിച്ചത് മാനത്തോ മഞ്ചാടിക്കടവത്തൊന്ന് പാടിയതുപോലെ 14-ാം രാത്രി ദൂരെ ഒരു കര കണ്ടു. ആ കര കാണാൻ ഒരു കാരണമുണ്ട്. ഞാൻ പറയുന്നതാണ്, ഈ 14 ദിവസം ഇവരൊന്നും കഴിച്ചില്ല. ഇപ്പൊ മരിക്കുമോ എന്ന് ഭീതിയോടെ നടന്നപ്പോ 14-ാം രാത്രി നമ്മുടെ സാക്ഷാൽ പൗലോസ്ലീഹ ആ കപ്പലിൽ അപ്പമെടുത്തു, കുർബാന ചൊല്ലുക, വാഴ്ത്തി, നുറുക്കി. എന്നിട്ട് 276 പേരും ബാക്കി ആളുകളൊക്കെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിക്കുക. ഈശാനമൂലന്റെ മധ്യേ, കൊടുങ്കാറ്റുകളുടെ മധ്യേ അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുന്ന, കുർബാന ചൊല്ലുന്ന പൗലോസ്ലീഹ ആ രാത്രി ഒരു പുതിയ കര, ആ രാത്രി ഒരു പുതിയ കര കണ്ടു. ആ കരയിലേക്ക് ഈ കപ്പൽ അടുക്കല്ല, കാരണം കപ്പൽ ഉടഞ്ഞു കിടക്കുക. കൊല്ലാനായിരുന്നു പ്ലാൻ എല്ലാത്തിനെയും. പക്ഷെ പൗലോസിനോട് യൂലിയോസിന് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടായതുകൊണ്ട് ചാടിക്കോളാൻ പറഞ്ഞു, നീന്തിക്കോളാൻ പറഞ്ഞു. പറഞ്ഞപ്പോ ഇവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഇതിനകത്ത് നീന്തൽ അറിയാവുന്ന എത്ര എണ്ണം കാണും? 276 അതിൽ 27 എണ്ണത്തിന് ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ ഒരു അത്ഭുതമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കുർബാനയ്ക്ക് ശേഷം, ആ വിശുദ്ധ ബലിക്ക് ശേഷം ആ കടലിലേക്ക് ചാടി 276 പേര് നീന്തി. ഒരുവൻ പോലും മരിച്ചില്ല. നിന്റെ കപ്പൽ ഒലയും, പക്ഷെ നീ തകരാതെ നിന്നെ കാക്കാൻ തമ്പുരാനുണ്ട്. ആ 276 പേര് നീന്തി കയറിയ ദ്വീപിന്റെ പേരാണ് മെലീത്ത.
അഞ്ചാം സ്ഥലം, സ്പേസ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ. സ്പേസ് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് സർവൈവൽ. മെലിത്ത ദ്വീപിലേക്ക് എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ ചെന്നപ്പോ അവര് നല്ല നാട്ടുകാരായിരുന്നു. ഇവർക്ക് കഴിക്കാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, മാറാൻ തുണി കൊടുത്തു, തീ കൂട്ടാൻ, ഈ തണുപ്പിൽ നിന്ന് തീ കൂട്ടാൻ വിറക് കൊടുത്തു. വിറകത്ത് തീ കൂട്ടി ഇങ്ങനെ ചുറ്റുമിരുന്ന് ഇവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹായുടെ കൈമേലൊരു അണലി ചുറ്റി. അപ്പ നാട്ടുകാർ പറഞ്ഞു, കണ്ടോ കണ്ടോ കണ്ടോ, അവൻ രക്ഷപ്പെട്ടിട്ടും നീതി ദേവത അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇവൻ കൊലപാതകനാണ്. അടുത്ത നിമിഷം കൈ വളരെ ഈസിയായി കുടഞ്ഞു, അണലി തീയിൽ വീണു ചത്തു. വീണ്ടും അതിജീവനമാണ്. അതിജീവനത്തിന്റെയും അസ്വസ്ഥതയുടെയും ഇടങ്ങളാണ് മെലിത്ത. അവര് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി, ഇവൻ ദേവൻ തന്നെ, അല്ലെങ്കിൽ ജനം അങ്ങനെയാണ്, അടുത്ത നിമിഷം പ്ലേറ്റ് മാറ്റും. അതേ നാവ് കൊണ്ട് തന്നെ. സഹോദരങ്ങളെ, അവിടെയും താമസിച്ചു 3 മാസം. വീണിടം വിധിയാക്കി ആ മെലിത്ത ദ്വീപിൽ 276 പേരും നീന്തി. ആ ദ്വീപിൽ അത്ഭുതങ്ങൾ നടക്കുന്നു 3 മാസം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അനുഭവിച്ച കഷ്ടതകൾ പൗലോസ്ലീഹയുടെ ജീവിതത്തെ കുറിച്ച് പറയും. 26 കൂട്ടം പ്രതിസന്ധികൾ വന്നു. എത്ര? പൗലോ കർത്താവിനോട് പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ ദൈവത്തോട് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ പൗലോസേ, നിന്റെ ശൂലം മാറ്റുകയില്ല, കൃപ കൂട്ടിത്തരാം. ജഡത്തിലെ ശൂലം മാറുമോ? പറഞ്ഞു, മക്കളെ, ശൂലം മാറ്റുകയില്ല, കൃപ കൂട്ടിത്തരാം. എന്തെല്ലാം പ്രതിസന്ധികളാണ്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഈ 26 കൂട്ടമുണ്ട്. നമ്മളിപ്പോ ആര് മരിച്ചാലോ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഈ വാക്യം ഉപയോഗിക്കുമല്ലോ. എന്നാ പോരാ പൊരുതിയത്? മരുമോളുമായിട്ട് കുസ്തി പിടിച്ചാണോ? ഈ പോർ, സഹോദരങ്ങളെ ഓർക്കണം, മെലിത്ത ദ്വീപിൽ അത്ഭുതങ്ങൾ നടന്നു. കൃപ കൂട്ടിത്തരാം. കർത്താവിന്റെ സുവിശേഷത്തെ എടുത്ത അന്തോഖ്യ പൗലോസ്ലീഹ, മെലിത്ത ഉണ്ടാകും, കഷ്ടം ഉണ്ടാകും. അവസാന സ്ഥലം. നമുക്ക് ഈ ചിന്തകൾക്ക് ഞാൻ നിങ്ങളെ അവസാന സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തർസോസിൽ തുടങ്ങി ദമസ്കോസിലൂടെ അറേബ്യയിലെത്തി അന്തോഖ്യയിലൂടെ മെലിത്ത ദ്വീപിൽ. ഇതാ ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ. അവസാന സ്ഥലം, 6ാം സ്ഥലം, റോം. റോം, സ്പേസ് ഓഫ് ഇൻക്വിസിഷൻ. വിധിയുടെ ഇടം, വിചാരണയുടെ ഇടം. പൗലോസ്ലീഹയുടെ രേഖപ്പെടുത്തിയ ജീവചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തോട് അവസാനിക്കുക. ആ അധ്യായത്തിൽ നാം കാണുന്നു, ഈ മെലിത്ത ദ്വീപിൽ നിന്ന് വീണ്ടും യാത്ര തിരിച്ചതൊരു തടവുകാരനായി തന്നെ റോമിൽ എത്തിച്ചേരുക. റോമിൽ അദ്ദേഹം ലോക്കപ്പിലല്ല, ലോക്ക്ഡൌണിലാണ്. പൗലോസ്ലീഹ 2-3 തവണയെങ്കിലും ലോക്കപ്പിലായിട്ടുണ്ട്. പണ്ട് കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും ഫിലിപ്പിയിലും ഒക്കെ കാരാഗൃഹത്തിൽ കൈസറിയിലൊക്കെ കിടന്നിട്ടുണ്ട്. അത് ലോക്കപ്പായിരുന്നു, ലോക്കപ്പ്, ചങ്ങലകൾക്കുള്ളിൽ. എന്നാൽ റോമിൽ അദ്ദേഹം 2 വർഷം ഹൗസ് അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിന് വീട് വിട്ടു പോകാൻ അനുവാദമില്ല. ആ വീട്ടിൽ താമസിക്കാം. ഒരു വീട്ടിൽ, റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് റോമൻ നഗരത്തിൽ ഒരു വീട്ടിൽ ലോക്ക്ഡൗൺ. അങ്ങനെ 2 വർഷം അദ്ദേഹം ജീവിച്ചു. റോമൻ പൗരനൊരു പ്രിവിലേജ് ഉണ്ട്. തടവുകാരന് വിചാരണ 2 വർഷത്തിനുള്ളിൽ കഴിയണം, ഇല്ലെങ്കിൽ ഫ്രീ ആക്കും. പൗലോസ്ലീഹയുടെ വിചാരണ 2 വർഷം വരെ നടന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ മദിനി കർണാടകത്തിൽ കടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. വിചാരണ തടവുകാരനാണ്. പക്ഷെ റോമിലെ അന്നത്തെ നിയമം 2 വർഷം മാത്രമേ റോമൻ പൗരനെ മാക്സിമം കസ്റ്റഡിയിൽ വെക്കാനൊക്കുള്ളൂ. 2 വർഷം വരെ അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം കൂലിക്ക് വാങ്ങിയ വീട്ടിലെന്നാണ് എഴുതിയിരിക്കുക. അവിടെ കുറ്റവിചാരണ 2 വർഷത്തിനുള്ളിൽ നടന്നില്ല, സ്വതന്ത്രനാക്കി. സ്വപ്നം അദ്ദേഹത്തിന് ഇനിയും ഉണ്ടായിരുന്നു. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു, സ്പെയിനിലേക്ക് പോകണം, മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകണം, സുവിശേഷത്തിന്റെ അഗ്നിയുമായി. പക്ഷേ സംഭവിച്ചത് തിരിച്ചായിരുന്നു. വിധി അതായിരുന്നില്ല.
ആ കാലഘട്ടത്തിലാണ് AD 64 റോമാ നഗരത്തിൽ വലിയൊരു കലാപമുണ്ടായത്. അഗ്നിബാധയുണ്ടായി. നീറോ ചക്രവർത്തി ഭരിക്കുന്ന കാലമാണ്. നഗരം മുഴുവൻ കത്തിയെരിഞ്ഞു. 1 അല്ല 2 അല്ല 7 ദിവസം നഗരം മുഴുവൻ കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി കൊട്ടാരത്തിൽ മട്ടുപ്പാമ്പിൽ വീണ വായിക്കുകയായിരുന്നത്രേ. ഒരു രഹസ്യമുണ്ട്. ഇത് നീറോ ചക്രവർത്തി തന്നെ, പുള്ളി തന്നെ തീ കൊളുത്തിയതാന്നാ പറയുന്നത്. കാരണം നഗരത്തിന്റെ മുഖം മാറ്റാൻ. പക്ഷെ ഇതിന്റെ കുറ്റം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമല്ലോ. പക്ഷെ അന്ന് ആരുടെ തലയിൽ കെട്ടിവെക്കും? അന്നും ഇന്നും തലയിൽ കയറാൻ പറ്റിയ ഒരു ഇനം നസ്രാണിയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അതെങ്ങനെയായാലും. അപ്പൊ എന്താ ചെയ്തത്? ക്രിസ്ത്യാനികളുടെ തലയിൽ ഈ കുറ്റം മുഴുവൻ കെട്ടിവെച്ചു. നീറോ ചക്രവർത്തിയുടെ ഭാര്യ പൊപ്പിയയുടെ ഇഷ്ടവും അത് തന്നെയായിരുന്നു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ തടവിലാക്കപ്പെട്ടു. കൊട്ടാരമറ്റത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളിൽ പലരും അവരുടെ ശരീരത്തിൽ തുണി ചുറ്റി, പന്തം പോലെ തുണി ചുറ്റി രാത്രികാലങ്ങളിൽ അവർ ആ ശരീരത്തിന്മേൽ ഇന്ധനമൊഴിച്ച് കത്തിച്ചു. ആളിപ്പടരുന്ന തീയുമായി കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ തലങ്ങും വിലങ്ങൂടെ ഓടുന്ന എത്രയോ ക്രിസ്ത്യാനികൾ. മുകളിൽ മട്ടുപ്പാവിലിരുന്ന് നീറോ ചക്രവർത്തി നോക്കുമ്പോ, ഭാര്യയും കൂടെ നോക്കുമ്പോ, കൂരിരുട്ടത്ത് നല്ല ഇലൂമിനേഷൻ പോലെയാണ്. ലൈറ്റ്, ഈ ബൾബ് കത്തി മേളിൽ പോയി താഴോട്ട് വരുന്നത് പോലെ, പള്ളിപ്പെരുന്നാളിൽ ഇലൂമിനേഷൻ പോലെയാണ് ഈ താഴെ കൊട്ടാരമറ്റത്ത് പ്രാണൻ പിടഞ്ഞുകൊണ്ട് ക്രൈസ്തവൻ തീ, ആളിപ്പടരുന്ന തീയുമായി ഓടി നടക്കും. അതായിരുന്നു അയാളുടെ രാത്രികാല വിനോദം. പൗലോസ്ലീഹായെ അങ്ങനെ കൊന്നില്ല. കാരണം അദ്ദേഹം റോമൻ പൗരനാണ്. ക്രൂശിലേറ്റിയില്ല, അദ്ദേഹം റോമൻ പൗരനാണ്. പൗലോസ്ലീഹ വിചാരിച്ചു ഇവിടെ നിന്നും താൻ രക്ഷപ്പെടും. രാത്രിയാമങ്ങളിൽ വഴിവിളക്കാകാൻ കാലം അദ്ദേഹത്തെ വിട്ടുകൊടുത്തില്ല. ക്രൂരമരണം, ക്രൂശുമരണം കിട്ടേണ്ടിയിരുന്നു, അതും കൊടുത്തില്ല. പക്ഷേ പൗലോസ്ലീഹ സ്വപ്നം കണ്ടു കാണും, എനിക്കിനിയും പോകണം ഭൂഖണ്ഡങ്ങളിലേക്ക്. കാലം അനുവദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഏഷ്യയിലെ കിഴക്കൻ ഈ നാടുകളിലേക്ക് വന്നേനെ. വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കിനാവ് കാണുന്നു, ഞാനിതിവിടെ പറയില്ല. പക്ഷേ അങ്ങനെയായിരുന്നില്ല. ആ നാളുകളിലൊന്നിൽ ആ ദീപം കെട്ടുപോയിരിക്കുന്നു. ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷം ദമസ്കോസിന്റെ വഴിയിൽ നിന്ന് തുടങ്ങിയാൾ ഈ നാളുകളിൽ ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു, ശിരസ് ഛേദിക്കുകയായിരുന്നു. ചക്രവാളങ്ങൾ ആർത്തു കരഞ്ഞു. സുവിശേഷം ദുഃഖത്താൽ വിതുമ്പി. ക്രൈസ്തവ മണ്ഡലം കണ്ണീരിൽ മുങ്ങി. സഹോദരങ്ങളെ, ആ വിളക്ക് അണഞ്ഞു പോയിരിക്കുന്നു. ഒരു യുഗപുരുഷൻ ഇവിടെ മൺമറഞ്ഞു പോയിരിക്കുക. യേശുവില്ലാത്ത തോണിയേക്കാൾ യേശുവുള്ള കടലാണെന്ന് എനിക്ക് പ്രിയമെന്ന് വിളിച്ചു പറഞ്ഞ പത്രോസിനും, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങി 39 നഗരങ്ങളിൽ 30 രാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ വിത്ത് പാകിയ 14 ലേഖനങ്ങൾ കൊണ്ട് സർവ്വ പ്രപഞ്ചത്തിന് വചനത്തിന്റെ വെളിച്ചമൊരുക്കിയ പൗലോസ്ലീഹായ്ക്കും മരണമില്ല. പൗലോസ്ലീഹ വിളിക്കുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവിൻ. ഞാൻ ഈ വിചാരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. എന്നെ കേട്ടിരുന്നവർക്ക് നന്ദി. നിങ്ങൾ യാത്ര ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. തർസോസിൽ, പിന്നീട് ഉറക്കെ പറയൂ, ദമസ്കോസിൽ, പിന്നീട് അറേബ്യയിൽ, പിന്നീട് അന്തോഖിയയിൽ, പിന്നീട് മെലീത്തയിൽ, പിന്നീട് റോമിൽ. സാധാരണ മനുഷ്യ ജീവിതം കടന്നു പോകുന്ന ചിലയിടങ്ങൾ തന്നെയാണത്. 6 സ്ഥലങ്ങളിലൂടെയും ഒരു യാത്ര പോയി നാം. ജീവിതം എങ്ങനെയാണ്? യാത്രികനായി വിളിക്കുന്നു. പൗലോസ്ലീഹയെ കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ, ഞാൻ ഈ പറഞ്ഞ അധ്യായ ഭാഗങ്ങൾ നിങ്ങൾ ആർത്തിയോടെ വായിക്കണം. അങ്ങനെ കൂടെയാണ് ഈ പെരുന്നാളിന്
വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തേക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് മാത്രമാണത് വെട്ടം കയറാത്ത ആത്മാവാണ്. പെരുന്നാൾ ആത്മാവിൽ വെട്ടം കയറുന്ന ഇടവാതിലാണ്, ചില്ലുജാലകമാണ്. അതുകൊണ്ട് ഈ അധ്യായങ്ങൾ വായിക്കാനൊരു കൊതി തോന്നണം. ഈ വചനത്തെ വീണ്ടും ധ്യാനിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.